നമ്മുടെ ഗബ്രിയെ സൈക്കോളജിസ്റ്റ് വന്ന് കാണുകയുണ്ടായി കേട്ടോ. അപ്പം സൈക്കോളജിസ്റ്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മളെ കേൾപ്പിക്കുന്നില്ല. പക്ഷേ അതിന് ശേഷം ഗബ്രി പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ജാസ്മിനോട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് നിങ്ങളെ ഇവിടെ എല്ലാവരും കോർണർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളാണ്, മാത്രമല്ല നിങ്ങളെ അവർ ഭയപ്പെടുന്നുമുണ്ട്. അതേസമയം നിങ്ങളെ അവർ ഇഗ്നോർ ചെയ്യുമായിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അവരെ അവഗണിക്കുന്നത്. അതുപോലത്തെ ആളുകൾ ഇപ്പോഴും ആ വീട്ടിനകത്തുണ്ടല്ലോ എന്നാണ് നമ്മുടെ സൈക്കോളജിസ്റ്റ് പറഞ്ഞു കൊടുത്തത്. അതേസമയം നിങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നുണ്ടെങ്കിൽ, വീക്കെൻഡിൽ പോലും ലാലേട്ടൻ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഗെയിമർ ആയതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ലെന്ന്. എവിടെ കിടക്കുന്നു? ഇത് തന്നെയാണല്ലോ പ്രേക്ഷകർക്ക് അറിയേണ്ടത്, നിങ്ങളെ റിലേഷൻ എന്താണെന്ന്. ഇപ്പം നമ്മളെ സൈക്കോളജി പറഞ്ഞു കൊടുത്തത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്തിടത്തോളം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേരെന്താണെന്ന് അറിയാത്തിടത്തോളം നിങ്ങളത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പേരറിയില്ല, അത് തന്നെയാണ് നിങ്ങളുടെ ആൻസർ. പേരറിയില്ല എന്താണ് നിങ്ങളെ ആ ഒരു റിലേഷനുള്ള ബന്ധം, അത് നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല എന്താണെന്നുള്ളത്, അത് തന്നെയാണ് നിങ്ങളുടെ ആൻസർ. ഇതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്നാണ് സൈക്കോളജിസ്റ്റ് പറഞ്ഞതെന്നാണ് ഗബ്രി ജാസ്മിനോട് പറയുന്നത്. എങ്ങനെ കിടക്കുന്നു? എനിക്ക് തോന്നുന്നത് ഇവർ ബിഗ് ബോസിനോട് പ്ലാൻ ചെയ്ത് പിള്ളേരെ വീണ്ടും കുഴിയിലേക്ക് ഇടാനുള്ള പ്ലാനിങ് ആണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം ഇനി എന്താകും ഇവരുടെ ഗെയിമെന്ന്. കാര്യം ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഗബ്രിക്ക് ആകെ ഒരു ബൂസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ആയിട്ട് ഗെയിമിലേക്ക് ഇറങ്ങി വീണ്ടും ആകെ ചളവാക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.